ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? പുതിയൊരു കഥയുമായിട്ടാണ് ചേച്ചി ഇന്ന് വന്നത്. കേട്ടാലോ? പുതിയ കഥയുടെ പേര് കുഞ്ഞൻ പൂവും വലിയ ലോകവും. കഥ കേട്ടാലോ? ഒരിടത്തൊരിടത്ത് നിറയെ പൂക്കളുള്ള ഒരു വലിയ പൂന്തോട്ടത്തിൽ ചെറിയൊരു റോസാച്ചെടി ഉണ്ടായിരുന്നു. അതിൽ വിരിഞ്ഞ ചെറിയ പൂവായിരുന്നു കുഞ്ഞൻ. കുഞ്ഞന് അവൻ്റെ ഇളം പിങ്ക് നിറവും മൃദുലമായ ഇതളുകളും ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ ആ പൂന്തോട്ടത്തിൽ കുഞ്ഞിനേക്കാൾ വലുതും തിളക്കമുള്ളതുമായ പലതരം പൂക്കളുണ്ടായിരുന്നു. ഹോ, ആ സൂര്യകാന്തി പൂവിന് എന്തു വലിപ്പമാണ്! കുഞ്ഞൻ നെടുവീർപ്പിട്ടു. എൻ്റെ നിറം ഈ വലിയ താമരപ്പൂവിൻ്റേതുപോലെ തിളക്കമുള്ളതല്ലല്ലോ. കുഞ്ഞൻ എല്ലാ ദിവസവും മറ്റു പൂക്കളെ നോക്കി സങ്കടപ്പെട്ടു. താൻ അത്ര സുന്ദരനല്ലെന്ന് അവന് തോന്നി. ഒരു ദിവസം രാവിലെ പൂന്തോട്ടത്തിലേക്ക് ഒരു കൊച്ചു പൂമ്പാറ്റ പറന്നെത്തി. പൂന്തോട്ടത്തിലെ എല്ലാ പൂക്കളിലും അത് മെല്ലെ പറന്നു നടന്നു. പക്ഷെ ഏറ്റവും ഒടുവിൽ അത് വന്നിരുന്നത് കുഞ്ഞൻ്റെ അടുത്തായിരുന്നു. ഹോ സുന്ദരാ, പൂമ്പാറ്റ പറഞ്ഞു, നിന്റെ ഇതളുകൾക്ക് എന്ത് മൃദുത്വമാണ്! നിന്റെ ഇളം പിങ്ക് നിറം എൻ്റെ ചിറകുകളോട് എത്ര ചേരുന്നു! എല്ലാ വലിയ പൂക്കളിലും ഞാൻ പോയിരുന്നു, പക്ഷെ എനിക്ക് ഏറ്റവും സുഖം തോന്നിയത് നിന്റെ അടുത്താണ്. പൂമ്പാറ്റ കുഞ്ഞൻ്റെ ഇതളുകളിൽ മെല്ലെ തലോടി. കുഞ്ഞൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൻ്റെ ഇളം പിങ്ക് നിറം കൂടുതൽ തിളങ്ങുന്നതായി അവന് തോന്നി. അപ്പോൾ ആ പൂന്തോട്ടത്തിലേക്ക് ഒരു കുഞ്ഞു കുട്ടിയും അമ്മയും കടന്നു വന്നു. അവർ പൂന്തോട്ടം സന്ദർശിക്കാൻ വന്നതാണ്. കുട്ടി പൂക്കളെ എല്ലാം നോക്കി നടന്നു. ഒടുവിൽ കുഞ്ഞൻ്റെ അടുത്തെത്തി. കുഞ്ഞൻ്റെ ഭംഗി കണ്ട് കുട്ടി തുള്ളിച്ചാടി അമ്മയോട് പറഞ്ഞു, അമ്മേ നോക്കൂ, ഈ പൂവിന് എന്തൊരു ഭംഗിയാണ്! അവൻ്റെ ഇതളുകൾക്ക് എന്ത് മൃദുലമാണ്! എനിക്ക് ഈ പൂവിനെയാണ് ഏറെ ഇഷ്ടമായത്. അമ്മ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, അതേ മോനെ, ആ കുഞ്ഞു പൂവിന് അതിൻ്റേതായ ഭംഗിയുണ്ട്. അമ്മ പറയുന്നത് കേട്ട് കുഞ്ഞന് കുട്ടി ഒരു മുത്തം കൊടുത്തു. കുഞ്ഞൻ്റെ ഇതളുകളിൽ ഒരു തണുത്ത മഴത്തുള്ളി വന്ന് വീണു. അത് സന്തോഷ കണ്ണുനീരായിരുന്നു. അവൻ ആരുമായി തന്നെ താരതമ്യം ചെയ്യുന്നത് നിർത്തി. അവൻ അവൻ്റെ ചെറിയ ഭംഗിയിൽ സന്തുഷ്ടനായി. കാരണം നമ്മളായിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഭംഗി. കഥ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? ഈ കഥയിൽ നിന്ന് എന്താണ് കൂട്ടുകാർക്ക് മനസ്സിലായത്? ഇഷ്ടമായോ കഥ? കുഞ്ഞിനെ പോലെയാണോ നിങ്ങളും? നിങ്ങൾക്ക് നിങ്ങളായി തന്നെ ഇരിക്കുന്നതാണ് ഭംഗി. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. നമ്മളെപ്പോലെയും നമ്മൾ വേണ്ടേ? ചേച്ചി അടുത്ത കഥയുമായി മറ്റൊരു ദിവസം വരുന്നതാണ്. ഓക്കെ, എല്ലാ കഥകളും മുടങ്ങാതെ കേൾക്കണം കേട്ടോ.